എബിടോക്സ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ISL മാച്ച് വീക്ക് 11-ൽ നാളെ, അതായത് ഡിസംബർ 7-ാം തീയതി ആവേശകരമായ ബംഗളൂരു FC vs കേരള ബ്ലാസ്റ്റേഴ്സ് സദേൺ ഡെർബിക്കാണ് ബംഗളൂരുവിലെ ശ്രീകണ്ഠീരവ സ്റ്റേഡിയം വേദിയാകുന്നത്. സീസണിന്റെ ആദ്യ റൗണ്ട് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം സ്റ്റേഡിയമായ കൊച്ചിയിൽ 1-നെതിരെ 3 ഗോളിന് വിജയിച്ച ബംഗളൂരുവിനെ അവരുടെ ഹോം മൈതാനമായ ശ്രീകണ്ഠീരവയിൽ പോയി പരാജയപ്പെടുത്താനാണ് മിക്കായൽ സ്റ്റഹറയും സംഘവും തയ്യാറെടുക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ബംഗളൂരുവിനെതിരായ റൈവലറി മത്സരം എന്നതിനുപരി സീസണിലെ മുന്നോട്ടുള്ള പ്രതീക്ഷകൾ നിലനിർത്താനും മത്സരം ജയിച്ചേ മതിയാകൂ. നിലവിൽ 10 മത്സരങ്ങളിൽ നിന്നും 20 പോയിന്റുകളുമായി ബംഗളൂരു പോയിന്റ് പട്ടികയിൽ രണ്ടാമതാണെങ്കിൽ 10 മത്സരങ്ങളിൽ നിന്നും 11 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് 10-ാം സ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് ഇനി ഈ സീസണിൽ അധികം പ്രതീക്ഷകൾ വെക്കേണ്ട എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഐമൻ, അസർ ഉൾപ്പെടെയുള്ള നിർണായക യുവതാരങ്ങൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി ഇഞ്ചുറി കാരണം പുറത്താണ്. ഇവർക്ക് പുറമെ ഏറെ നാളായി പരിക്കിന്റെ പിടിയിലുള്ള ഇഷാൻ പണ്ഡിത, ഐബൻ ഡോലിംഗ് എന്നീ താരങ്ങൾ പൂർണ്ണമായി ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ മാച്ച് ഫിറ്റ് ആയിട്ടില്ല. ഈ താരങ്ങൾ മത്സരത്തിനുണ്ടാകാനുള്ള സാധ്യതകൾ നിലവിൽ കുറവാണ്. ബംഗളൂരുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പരിക്കിന്റെ ചില പ്രശ്നങ്ങളുള്ള സ്പാനിഷ് താരം ആൽബർട്ടോ നെഗുവേറ സ്റ്റാർട്ട് ചെയ്യുമോ എന്ന കാര്യം സംശയാത്മകമാണ്. ബെഞ്ചിലുണ്ടായേക്കും. ഇരു ടീമുകളുടെയും സാധ്യതാ ലൈനപ്പിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ബംഗളൂരു FCയിൽ ഗുർപ്രീത് സിംഗ് സന്ധു, നിഖിൽ പൂജാരി, രാഹുൽ ബേക്കെ, ജോവനോവിച്ച്, റോഷൻ, സുരേഷ് സിംഗ് റാഞ്ചം, പെഡ്രോ, വിനീത് വെങ്കടേഷ് അല്ലെങ്കിൽ ഫനായ്, പെരേറ ഡയസ്, വില്യംസ്, ഛേത്രി എന്നീ താരങ്ങൾക്കാണ് സാധ്യത. ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സച്ചിൻ സുരേഷ്, സന്ദീപ് സിംഗ്, ഹോർമിപ്പ, മിലോസ്, നവോച്ച, വിപിൻ, ഫ്രെഡി, ലൂണ, നോവ, കുറോ, യെസൂസ് അല്ലെങ്കിൽ പെപ്പറ എന്നീ താരങ്ങൾക്കാണ് സാധ്യത. ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കുറോ സിംഗിന് പകരം പ്രീതം കോട്ടാൽ ഡിഫൻസിലേക്ക് വന്നേക്കാം. എന്തായാലും ISLൽ ഇരു ടീമുകളും 16 തവണ ഏറ്റുമുട്ടുമ്പോൾ 2 മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. 10 മത്സരങ്ങൾ ബംഗളൂരു ജയിച്ചപ്പോൾ 4 മത്സരങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ജയിച്ചിട്ടുള്ളത്. മത്സരത്തിൽ ശ്രദ്ധിക്കേണ്ട താരങ്ങൾ: കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ 6 കളിയിൽ നിന്നും 6 ഗോളും 1 അസിസ്റ്റുമുള്ള പെരേറ ഡയസും, ഫോമിലേക്ക് മടങ്ങിയെത്തിയ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും ഇരു ടീമുകളിൽ നിന്നും ശ്രദ്ധിക്കേണ്ട താരങ്ങളാണ്. എന്തായാലും ഈ മത്സരത്തിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങളുടെ പ്രഡിക്ഷൻ? നിങ്ങളുടെ പ്രഡിക്ഷനും മത്സരത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.